Welcome, Dr. Paul B. Matthew, the Habit Builder. വളരെ മനോഹരമായ പുസ്തകമുണ്ട് വിജയത്തിൻ്റെ മനഃശാസ്ത്രം എന്ന പുസ്തകത്തിൻ്റെ പേര് ദ മൈൻഡ് സെറ്റ് സൈക്കോളജി ഓഫ് സക്സസ് ബൈ കാരൽ ഡക്ക്. യഥാർത്ഥത്തിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് അധികം ആളുകൾക്ക് വിജയിക്കാൻ സാധിക്കാത്തത്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഏകദേശം 10% താഴെ ആളുകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ, വളരെ കുറച്ച് ആളുകൾ മാത്രം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അറ്റ് ദ സെയിം ടൈം ആളുകൾ പലരും പറയാറുണ്ട് ഇതൊന്നും എനിക്ക് സാധിക്കില്ല, ഇതൊക്കെ വലിയ ആൾക്ക് പറ്റിയതാണ്, മഹാന്മാർക്ക് മാത്രം പറ്റിയതാണ്, അവരുടെ സാഹചര്യമെല്ലാം വലിയതായിരുന്നു, അവർ ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ആളുകളുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് സാധിക്കില്ല. എന്നാൽ ഈ പുസ്തകത്തിൽ കാരൽ ഡക്ക് പറയുന്നത് ദ മൈൻഡ് സെറ്റ് ദ സൈക്കോളജി ഓഫ് സക്സസ്. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് നമ്മുടെ വിജയത്തിന് നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത്. രണ്ട് തരത്തിലുള്ള മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് പുസ്തകം പറയുന്നത്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, രണ്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സഡ് മൈൻഡ് സെറ്റിലെ ആളുകളാണ് 90 മുതൽ 95% വരെ ആളുകൾ. എനിക്ക് വിജയിക്കാൻ സാധിക്കില്ല, എനിക്ക് സാഹചര്യമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, എനിക്ക് വളരണമെന്ന ആഗ്രഹം പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ശക്തമായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത്. ഈ പുസ്തകം മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള പല പുസ്തകങ്ങളും ഒരുപോലെ പറയുന്ന കാര്യമാണ് പെർസിവറൻസ്. ശക്തമായ ആഗ്രഹമുണ്ടെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിജയിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് സാധിക്കും തുടങ്ങിയ ചിന്തകളാണുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ, തീവ്രമായ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ, അതിനായി തുടർച്ചയായി ശ്രമിക്കുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. എത്രമാത്രം ശ്രമിക്കുന്നുവോ, എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ, എത്രമാത്രം പരിശ്രമിക്കുന്നുവോ അത്രമാത്രം നാം ശക്തന്മാരായി തീരും. ഒരിക്കൽ നാം വിജയിച്ചു കഴിയുമ്പോൾ, വിജയത്തിൻ്റെ സോപാനത്തിൽ എത്തിക്കഴിയുമ്പോൾ നാം തിരിച്ചറിയും നാം എത്രമാത്രം ശക്തന്മാരായി തീർന്നുവെന്ന്. അപ്പോൾ നാം മൈൻഡ് സെറ്റ് എന്താണെന്ന് ചിന്തിക്കുക. എനിക്ക് കഴിയും, എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്യും തുടങ്ങിയ രീതിയാണ് ചിന്തിക്കുന്നത്. അതെയോ എനിക്ക് സാധിക്കില്ല, ഇതൊന്നും എനിക്ക് പറ്റിയതല്ല, ഇതൊക്കെ വേറെ ആളുകൾക്കാണ്, ബുദ്ധിയുള്ളവർക്ക്, ശക്തിയുള്ളവർക്ക്, പണമുള്ളവർക്ക്. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് വിജയിക്കുവാൻ സാധിക്കില്ല. പല ആളുകളുമുണ്ട്, ഒരു ചെറിയ ജോലി കിട്ടിയാൽ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, പിന്നീട് വളരുവാൻ ആഗ്രഹമില്ല, പിന്നീട് പഠിക്കുന്നില്ല, പിന്നീട് അംബീഷൻ പോലും ഇല്ലാതാകുന്നു. എന്നാൽ ഇനിയും വളരണം, ഇനിയും മുന്നോട്ട് പോകണം, ഇനിയും പഠിക്കണം, ഇനിയും സ്കിൽ അക്വയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കാണ് വിജയം ഉണ്ടാകുന്നത്. പലരും പറയാറുണ്ട് വിജയിക്കണമെങ്കിൽ ബുദ്ധി വേണം, വിജയിക്കണമെങ്കിൽ പണം വേണം. എന്നാൽ എല്ലാവർക്കും വിജയിക്കുവാൻ സാധിക്കും, എല്ലാവർക്കും ബുദ്ധി കൂട്ടുവാൻ സാധിക്കും, എല്ലാവർക്കും ബ്രെയിൻ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ബ്രെയിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഏതാൾക്കും തൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശക്തമാക്കി മാറ്റുവാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉപയോഗിച്ചതുപോലെ തന്നെ ബുദ്ധി ഏത് സാധാരണക്കാരനെ ഉപയോഗിക്കുവാൻ സാധിക്കും. ആ ബ്രെയിനിൻ്റെ പവർ കൂട്ടാൻ സാധിക്കുമെന്നുള്ള തിരിച്ചറിവ്. പണക്കാർ നമുക്കാകുവാൻ സാധിക്കും, നമുക്ക് ആഗ്രഹവും പ്രാപ്തിയും വേണമെന്നുള്ളത്. അപ്പോൾ ഈ പുസ്തകമെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറയുന്നത്, ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക. ഒരിക്കലും നമ്മുടെ ചിന്തയെ ലിമിറ്റ് ചെയ്യരുത്, ഒരിക്കലും നമ്മുടെ ആഗ്രഹത്തെ ലിമിറ്റ് ചെയ്യരുത്. ആഗ്രഹത്തിന് വേണ്ടി തീവ്രമായി അധ്വാനിക്കുക എന്നുള്ള വിഷയമാണ് പുസ്തകത്തിൽ പറയുന്നത്. ജാക്ക് മാ എന്നൊരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു സാധാരണക്കാരനായ ചൈനക്കാരൻ. ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, നല്ല വിദ്യാഭ്യാസ സാഹചര്യമില്ലായിരുന്നു, പക്ഷേ വളരണമെന്നും ഉയരണമെന്നും ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ ഉയരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കുവാൻ ആരംഭിച്ചു. പക്ഷേ ചൈനയിൽ ഇംഗ്ലീഷ് പറയുന്ന ആളുകളില്ല, അവിടെ ചൈനീസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം ചെയ്തത് കുറേ ടൂറിസ്റ്റുകളെ കണ്ടെത്തുകയും ടൂറിസ്റ്റുകളുമായി നിരന്തരം സംസാരിക്കുകയും അതുവഴി ലോകത്തിൻ്റെ ആഗോള ഭാഷയായ ഇംഗ്ലീഷ് സ്വായത്തമാക്കുകയും ചെയ്തു. പതിയെ പതിയെ അദ്ദേഹം ഇംഗ്ലീഷ് പഠിക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെത്തി കച്ചവടം നടത്തുവാൻ പഠിക്കുകയും അങ്ങനെ ആലിബാബ എന്ന് പറയുന്ന വളരെ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു. ഒറ്റ കാര്യമാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ ഇടയാക്കിയത്: എനിക്ക് പഠിക്കണം, എനിക്ക് വളരണം, എനിക്ക് മുന്നോട്ട് പോകണം. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. സാമുവൽ ജോൺസന്റെ ഒരു പ്രസ്താവന ഈ സമയത്ത് ഓർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രേറ്റ് വർക്ക്സ് ആർ നോട്ട് പെർഫോം ബൈ പൊട്ടൻഷ്യൽ ബട്ട് ബൈ പെർസിവറൻസ്. നിരന്തരമായ ശ്രമം, നിരന്തരമായ ആഗ്രഹം, തീവ്രമായ ശ്രമമാണ് വിജയിക്കാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ അല്ല, തീവ്രമായ ആഗ്രഹവും പെർസിവറൻസും, സ്ഥിരോത്സാഹമാണ് വേണ്ടത്. അതുകൊണ്ട് തീർച്ചയായും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകുക, മനസ്സിൻ്റെ വലിപ്പം തിരിച്ചറിയുക, ബ്രെയിനിൻ്റെ ശക്തി തിരിച്ചറിയുക, മനസ്സിൻ്റെ ശക്തിയും തിരിച്ചറിയുക. അങ്ങനെ നിങ്ങൾക്കും വലിയ സുരക്ഷിതമാണ്. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.